എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പൊ നമ്മൾ എവിടെ വന്നിരിക്കുന്നത്? തത്തമംഗലം അങ്ങാടിവേലയോടനുബന്ധിച്ചിട്ടുള്ള ആനവേലയുടെ കാഴ്ചകളാണ് ഇനി കാണാൻ പോണത്. അപ്പോ ചന്തം പോലെ ആനവേല കാഴ്ചകൾ കണ്ടോളൂ. കൊമ്പന്മാർ ഓരോരുത്തരായിട്ട് ഒരുങ്ങുകയാണ്. അല്ല, ചന്തം വെപ്പിക്കാൻ വേറൊന്നും വേണ്ട, വന്നിരിക്കുന്നത് തത്തമംഗലത്തല്ലേ. കൊമ്പന്മാര് മാത്രമല്ല, തട്ടുമ്മ കൂത്തും ഒരുങ്ങുകയാണ്. അങ്ങനെ എല്ലാം ഒരുങ്ങി, പെട്രോൾ മാക്സും ഒരുങ്ങി, എല്ലാം കൊണ്ടും തത്തമംഗലം അങ്ങാടി വേലയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. വേനലും ചൂടും ഒന്നും വകവയ്ക്കാതെ കൊമ്പന്മാരുടെ വരവിനായി പാതയെല്ലാം വെള്ളമൊഴിച്ച് തണുപ്പിച്ച ശേഷം അങ്ങാടിയിൽ ഗതാഗത നിയന്ത്രണമൊക്കെ നടത്തി. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കൊമ്പന്മാർ ഓരോരുത്തരായി മേട്ടുപ്പാളയം ജംഗ്ഷനിലെത്തി. ഇനിയാണ് വേല, തത്തമംഗലം അങ്ങാടി വേലന്റെ ആനവേല. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തത്തമംഗലം അങ്ങാടി വേലയുടെ ആനവേലയും കുതിരവേലയും കാണാൻ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ എത്താറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഗജവീരന്മാർ പങ്കെടുത്ത ആനവേലയിൽ ഈ വർഷം വളരെ കുറച്ച് ഗജസുന്ദരന്മാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. വരും കാലങ്ങളിൽ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇനി ഒരു 2 വർഷം കാത്തിരിക്കണം. അതെ, ഗജമേളയ്ക്കും കുതിരവേലയ്ക്കും ഒക്കെ ആയിട്ട് തത്തമംഗലത്ത് ആനവേലയും കുതിരവേലയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും അങ്ങാടി വേല കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് ശരിയെന്ന വേലകളൊക്കെ കഴിയാറായിട്ടോളി.